പ്രതിപക്ഷത്തിന് അഴിഞ്ഞാടാൻ വീണ്ടും ഒരു കാരണം കൂടി കിട്ടിയിരിക്കുകയാണ്. കരിമണൽ കമ്പനിയുമായി പിണറായി വിജയന്റെ മകൾ വീണ ടി നടത്തിയ തട്ടിപ്പിൽ അന്വേഷണം ഇഡി ഒന്നാം പിണറായി സർക്കാരിലേക്കും വ്യാപിപ്പിക്കുകയാണ്. ഇനിയിപ്പോ ഒരു പൊടിക്കടങ്ങിയ കമ്മിക്കൂട്ടം വീണ്ടും അക്രമം അഴിച്ചുവിടാൻ ഇറങ്ങുന്ന കാഴ്ചയായിരിക്കും കാണേണ്ടി വരിക. ആദ്യം ഇഡി പിണറായിയുടെ തിരുവനന്തപുരത്തെ വാടക വീട്ടിൽ റെയ്ഡ് നടത്തിയതോടെ വലിയ അക്രമമായിരുന്നു അന്ന് CPM പ്രവർത്തകർ അഴിച്ചുവിട്ടത്. എന്നാൽ പിന്നീട് സഖാക്കൾക്ക് ബോധ്യമായി ഇത് പിണറായി വിജയന്റെ മകളുടെ കേസ് മാത്രമാണെന്ന്. ഒടുവിൽ പാർട്ടി പ്രവർത്തകർ ഈ വിഷയത്തിൽ നിന്ന് ഒരൽപ്പം പിന്നോട്ട് പോവുകയും പാർട്ടി തന്നെ ഒരു ഘട്ടത്തിൽ കഴിയൊഴിഞ്ഞ മട്ടിലുള്ള നിലപാട് സ്വീകരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അന്വേഷണം ഇപ്പോൾ ഒന്നാം ഇടത് സർക്കാരിലേക്ക് കൂടി നീങ്ങുന്നതോടെ രാഷ്ട്രീയ രംഗം വീണ്ടും വരും ദിവസങ്ങളിൽ കലുഷിതമാകാനുള്ള സാധ്യതകളാണ് കാണുന്നത്. CMRL എക്സാലോജിക് സൊല്യൂഷൻസ് തമ്മിൽ ഏർപ്പെട്ട കരാറിന്റെ പശ്ചാത്തലവും അതിന്റെ സുതാര്യതയുമാണ് ഇഡി ഇപ്പോൾ പ്രധാനമായും പരിശോധിക്കുന്നത്. ഈ രണ്ട് കമ്പനികളും തമ്മിൽ ഏത് സാഹചര്യത്തിലാണ് ഇത്തരം ഒരു കരാറിൽ ഒപ്പുവെച്ചത് എന്നതിനെ കുറിച്ച് കൃത്യമായ വിവരങ്ങൾ ശേഖരിക്കാനാണ് അന്വേഷണ ഏജൻസിയുടെ ശ്രമം. ഈ കരാർ ഒപ്പിട്ടത് ഒന്നാം പിണറായി സർക്കാരിന്റെ ഭരണകാലത്തായതിനാൽ അക്കാലത്ത് CMRL കമ്പനിക്ക് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നിയമവിരുദ്ധമായോ വഴിവിട്ട രീതിയിലുള്ള എന്തെങ്കിലും സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ടോ എന്ന് ഇഡി വിശദമായി പരിശോധിക്കുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും അനധികൃത സഹായങ്ങൾ കമ്പനിക്ക് അന്നത്തെ ഭരണകൂടത്തിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള പ്രത്യുപകാരമായാണോ എക്സാലോജിക്കിന് ഈ കരാർ ലഭിച്ചതെന്നാണ് ഇഡി പ്രധാനമായും സംശയിക്കുന്നത്. ഇത് അഴിമതി നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുന്ന ഗുരുതരമായ കണ്ടെത്തലുകളിലേക്ക് വഴിമാറിയേക്കാം. കഴിഞ്ഞ ദിവസങ്ങളിൽ കൊച്ചിയിലെ ഇഡി ഓഫീസിൽ വെച്ച് വീണ വിജയനെ മണിക്കൂറുകളോളം ചോദ്യം ചെയ്യുകയുണ്ടായി. നിലവിൽ 2 തവണ ചോദ്യം ചെയ്യലിന് ഹാജരായ വീണയെ ഇന്നലെ വ്യാഴാഴ്ച മാത്രം ഏകദേശം 9 മണിക്കൂറിലധികം സമയമാണ് ഇഡി ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തത്. എന്നാൽ ഈ നീണ്ട ചോദ്യത്തിലുടനീളം വീണ നൽകിയ മൊഴികളിൽ വലിയ പൊരുത്തക്കേടുകൾ ഉള്ളതായാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. CMRLും എക്സാലോജിക്കും തമ്മിലുള്ള ബിസിനസ് ബന്ധത്തിന്റെ കൃത്യമായ സ്വഭാവം വിശദീകരിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. അതിലുപരിയായി ഈ കരാറിന്റെ ഭാഗമായി CMRൽ നിന്ന് എക്സാലോജിക്ക് ലഭിച്ച 2.5 കോടിയിലധികം രൂപ എങ്ങനെയൊക്കെയാണ് വിനിയോഗിച്ചത് എന്നതിനെ കുറിച്ചും വ്യക്തമായ ഒരു മറുപടി നൽകാൻ വീണയ്ക്ക് കഴിഞ്ഞിട്ടില്ലെന്നാണ് ഇഡി വൃത്തങ്ങളിൽ നിന്നുള്ള സൂചന. സാങ്കേതികമായി യാതൊരുവിധ സേവനങ്ങളും നൽകാതെയാണ് ഈ തുക കൈപ്പറ്റിയതെന്ന ആദായ നികുതി തർക്കപരിഹാര ബോർഡിന്റെ മുൻ കണ്ടെത്തലുകൾ ശരിവെക്കുന്ന രീതിയിലാണ് ഇഡിയുടെ ഇപ്പോഴത്തെ നീക്കങ്ങൾ. മൊഴികളിലെ ഈ അവ്യക്തതകളും പൊരുത്തക്കേടുകളും മുൻനിർത്തി വീണ വിജയനെ അടുത്ത ആഴ്ച വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാനാണ് ഇഡിയുടെ തീരുമാനം. രാഷ്ട്രീയ പകപോക്കലാണെന്ന് പാർട്ടി ഇതിനെ വിശേഷിക്കുമ്പോൾ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണമെന്നാണ് കേന്ദ്ര ഏജൻസികളുടെ നിലപാട്. തിരഞ്ഞെടുപ്പിലെ തിരിച്ചടികൾക്ക് പിന്നാലെ കേസ് കൂടി ഒന്നാം പിണറായി സർക്കാരിലേക്ക് നീളുന്നത് അണികളിൽ വലിയ നിരാശ പടർത്താൻ കാരണമായേക്കാം.